Hi all, welcome to the last topic of the chapter Resources and Development. എൻ്റെ പേരും മറ്റു ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടുള്ള കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു. So I'm just sharing a few details about me here. Okay, so last topic was types of soil erosion, and today we are going to talk about the methods to prevent soil erosion, or how can we prevent soil erosion. We have to learn 4 important methods to prevent soil erosion, such as terrace farming, contour ploughing, strip cropping, and shelter bed. We have to learn 4 important methods to prevent soil erosion, such as terrace farming, contour ploughing, strip cropping, and shelter belts. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ടെറസ് ഫാമിംഗ്. ഇത് നമ്മൾ മറ്റൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചില we have to learn 4 important methods to prevent soil erosion, such as terrace farming, contour ploughing, strip cropping, and shelter bed. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ടെറസ് ഫാമിംഗ്. നമ്മൾ ടെറസ് ഫാമിനെ പറ്റി മറ്റൊരു ടോപ്പിക്കിൽ ഇതേ ചാപ്റ്റർ തന്നെ പഠിച്ചതാണ്. എനിഹൗ, ദ ഡെഫിനേഷൻ ഓഫ് ടെറസ് ഫാമിംഗ് ഈസ് ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഫാമിംഗ് whereby steps known as terraces are built onto the slope of hills and mountains. വളരെ ഈസിയാണ്. നമ്മൾ മറ്റൊരു ടോപ്പിക്കിൽ നോക്കിയതുപോലെ നമ്മളൊരു ഹില്ലിൻ്റെയോ അല്ലെങ്കിൽ മൗണ്ടൻ്റെയോ സ്ലോപ്പിൽ നമുക്കറിയാം അവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് സോയിൽ എറോഷൻ സംഭവിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഹില്ലിൻ്റെയും മൗണ്ടൻ്റെയൊക്കെ സ്ലോപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ക്രിയേറ്റിംഗ് ഓർ വി ആർ ബിൽഡിംഗ് സം ആർട്ടിഫിഷ്യൽ സ്റ്റെപ്സ് ചെയ്യുക. നമ്മൾ ഈ സ്ലോപ്പ് കട്ട് ചെയ്ത് കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവിടെ നമ്മൾ കട്ട് ചെയ്യുന്നു. ആൻഡ് വൈ ദീസ് സ്റ്റെപ്സ് വിൽ പ്രിവെൻറ്റ് ദ സ്പീഡ് ഓഫ് റണ്ണിങ് വാട്ടർ. അപ്പോൾ ഇങ്ങനെ ഈ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ സ്പീഡ് കുറവായതുകൊണ്ട് തന്നെ അവിടെ സോയിൽ എറോഷനും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. So anyhow, here the steps are important. We are constructing some steps here, and these steps will prevent soil erosion. So terrace farming is a method of farming whereby steps known as terraces are built onto the slope of hills and mountains. അതാണ് terrace farming. Second one, strip cropping. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ സ്ട്രിപ്പ് ക്രോപ്പിംഗ് പല തരത്തിലുണ്ട്. ലൈക്ക് കോണ്ടൂർ സ്ട്രിപ്പ്, ഫീൽഡ് സ്ട്രിപ്പ്, വിൻഡ് സ്ട്രിപ്പ്, ബഫർ സ്ട്രിപ്പ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്ട്രിപ്പ് ക്രോപ്പിങ്ങുകളുണ്ട്. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത് വിൻഡ് സ്ട്രിപ്പ് ക്രോപ്പിംഗ് ആണ്. അത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഈ സ്ട്രിപ്പ് ക്രോപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിൻഡ് മൂലമുള്ള സോയിൽ എറോഷൻ കുറയ്ക്കുന്ന ഒരു മെത്തേഡാണ്. അതാണ് സ്ട്രിപ്പ് ക്രോപ്പിംഗ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പ് ക്രോപ്പിംഗ്. മനസ്സിലാക്കുക, സ്ട്രിപ്പ് ക്രോപ്പിംഗ് പല തരത്തിലുണ്ട്. എനിഹൗ, according to your textbook, strip cropping is large fields can be divided into strips. Strips of grass are left to grow between the crops. This break up the force of the wind. വളരെ ഈസിയാണ്. നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന മെയിൻ ക്രോപ്പിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവിടെ അതിൻ്റെ ഇടയിൽ സ്ട്രിപ്പായിട്ട് നമ്മൾ കുറച്ച് ഗ്രാസുകൾ കൾട്ടിവേറ്റ് ചെയ്യുന്നു. നമ്മൾ പർപ്പസ്ഫുള്ളി അവിടെ നമ്മൾ മെയിൻ ക്രോപ്പിൻ്റെ ഇടയിൽ നമ്മൾ അതിൻ്റെ സ്ട്രിപ്പായിട്ട് നമ്മൾ കുറച്ച് ഗ്രാസ് കൂടെ ഗ്രോ ചെയ്യുന്നു. കുറച്ച് ടാളായിട്ടുള്ള ഗ്രാസ് ആയിരിക്കും. എന്തിനാണ്? സോ ദിസ് ഗ്രാസ് വിൽ പ്രിവെൻറ്റ് വിൻഡ്. ഇത് കേരളത്തിൽ അത്ര ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇതല്ല. കാരണം നമുക്കറിയാം കേരളത്തിലെ ഈ വിൻഡ് കൊണ്ടുള്ള സോയിൽ എറോഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. നമുക്ക് കൂടുതലും സോയിൽ എറോഷൻ വരുന്നത് മഴ മൂലമുള്ള സോയിൽ എറോഷനാണ് കൂടുതൽ വരുന്നത്. എന്തായിരുന്നാലും the definition of soil strip cropping is large fields can be divided into strips. നമ്മൾ ചെയ്യുന്നത് എന്താണ്, സ്ട്രിപ്സ് ഓഫ് ഗ്രാസ് ആർ ലെഫ്റ്റ് ടു ഗ്രോ ബിറ്റ്വീൻ ദ ക്രോപ്സ്. നമ്മുടെ മെയിൻ ക്രോപ്പിൻ്റെ ഇടയിൽ നമ്മൾ ഗ്രാസ് കൂടെ ഗ്രോ ചെയ്യുന്നു. എന്തിനാണ്? ദിസ് ബ്രേക്ക് അപ്പ് ദ ഫോഴ്സ് ഓഫ് ദ വിൻഡ്. അപ്പോൾ ഈ ഗ്രാസ്, ഈ ടോളായിട്ടുള്ള ഗ്രാസ് വിൻഡിൻ്റെ സ്പീഡിനെ അല്ലെങ്കിൽ ആ വിൻഡിൻ്റെ ഫോഴ്സിനെ റെഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ തീരെ ഇല്ലാതാക്കുന്നു. അതാണ് സ്ട്രിപ്പ് ക്രോപ്പിംഗ്. Third method to prevent soil erosion is contour ploughing. ഇവിടെ പലർക്കും മാറിപ്പോകുന്ന രണ്ട് ഏരിയാസാണ് ഈ കോണ്ടൂർ പ്ലവിങ് അതുപോലെ നമ്മുടെ ടെറസ് ഫാമിങ്ങും.
കാരണം രണ്ടും നമ്മൾ ചെയ്യുന്നത് ഈ ഹില്ലിൻ്റെയും മൗണ്ടൻ്റെയൊക്കെ സ്ലോപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടിൻ്റെയും ഡെഫിനിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതങ്ങനെ മാറാതെ ശ്രദ്ധിക്കണം. എനിഹൗ നമുക്ക് നോക്കാം എന്താണ് കോണ്ടൂർ പ്ലവിംഗ് എന്നുള്ളത്. കോണ്ടൂർ പ്ലവിംഗ് ഈസ് എ പ്രാക്ടീസ് ഓഫ് ഫാമിംഗ് ഇൻ വിച്ച് പ്ലവിംഗ് ഈസ് ഡൺ അക്രോസ് എ സ്ലോപ്പ് ഫോളോയിങ് ഇറ്റ്സ് എലവേഷൻ കോണ്ടൂർ ലൈൻസ്. അധികം ആളുകൾക്ക് ഈ സെൻറ്റൻസിന് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ഈ കോണ്ടൂർ പ്ലവിംഗ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് എന്താണ് കോണ്ടൂർ ലൈൻ എന്നുള്ളത്. നമുക്ക് നോക്കാം എന്താണ് കോണ്ടൂർ ലൈൻ. കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത് ഒന്നുമില്ല, ഇറ്റ്സ് എ ലൈൻ ഓൺ മാപ്പ് ജോയിനിങ് പോയിന്റ്സ് ഓഫ് ഈക്വൽ ഹൈറ്റ് എബവ് ഓർ ബിലോ സീ ലെവൽ. അതായത് നമ്മുടെ സീ ലെവലിൽ നിന്ന് എബവ് അല്ലെങ്കിൽ ബിലോ, സീ ലെവലിൽ നിന്ന് താഴ്ന്നോ അല്ലെങ്കിൽ പൊങ്ങിയോ കിടക്കുന്ന ഒരേ ലെവലിലുള്ള സ്ഥലങ്ങളെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ് കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇതൊരു കോണ്ടൂർ ലൈനാണ്. ഈ ലൈനിൽ കൂടെ കടന്നു പോകുന്ന എല്ലാ ഏരിയാസും സീ ലെവലിൽ നിന്ന് ഒരേ ഹൈറ്റിലായിരിക്കും. ഒരേ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് 1100. അപ്പോൾ ഇവിടുത്തെ ഈ ലൈൻ കടന്നു പോകുന്ന എല്ലാ ഏരിയാസും 1100 മീറ്റർ സീ ലെവലിന് ആണ് കിടക്കുന്നത്, സീ ലെവലിന് ഹൈ. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം ഒരേ ഹൈറ്റ് ആയിരിക്കും. അതുപോലെ ഈ ലൈൻ കടന്നു പോകുന്ന സ്ഥലങ്ങൾ ഇതും ഒരേ ഹൈറ്റുള്ള സ്ഥലങ്ങളാണ്. എത്രയാണ് ഹൈറ്റ് നമുക്ക് കാണാൻ പറ്റും? 1200 മീറ്റർ. അങ്ങനെ അതുപോലെ ഇവിടെ കാണാൻ പറ്റും 1300. അപ്പോൾ ഈ ഒരു ഏരിയാസ് എല്ലാം ഒരേ ഹൈറ്റിൽ കിടക്കുന്നതാണ്, സീ ലെവലിൽ നിന്ന് ഒരേ ഹൈറ്റിൽ കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സീ ലെവലിൽ നിന്ന് ഇങ്ങനെ ഒരേ ഹൈറ്റിൽ കിടക്കുന്ന കോണ്ടൂർ ലൈനുള്ള പ്രദേശത്താണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ ഈസി ആയിട്ട് സോയിൽ ഇറോഷൻ ഇല്ലാതെ തന്നെ കൃഷി ചെയ്യാൻ നമുക്ക് പറ്റും. കാരണം ഇവിടെ ഇത് കിടക്കുന്ന ഒരേ ഹൈറ്റിലായത് കാരണം ഇറ്റ് നാച്ചുറലി ക്രിയേറ്റ് എ വാട്ടർ ബ്രേക്ക്. ഈ ഒരേ ഹൈറ്റിലാണ് ഇതെല്ലാം കിടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ സോയിൽ ഇറോഷന് ചാൻസ് കുറവായിരിക്കും. കാരണം നാച്ചുറലി അവിടെ ഒരു വാട്ടർ ബ്രേക്ക് ഉണ്ടായിരിക്കും. നമുക്കറിയാലോ, ഒരേ ഹൈറ്റിൽ കിടക്കുന്ന സ്ഥലങ്ങളിൽ പൊതുവേ ആ സോയിലിന് അങ്ങനെ പെട്ടെന്ന് അവിടുന്ന് ഇറോഷൻ നടന്ന് പോകാൻ കഴിയില്ല. അതുപോലെ അവിടെ വാട്ടറിൻ്റെ റണ്ണിങ് വാട്ടറിൻ്റെ സ്പീഡും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ ഡെഫിനിഷൻ നോക്കാം. കോണ്ടൂർ പ്ലവിംഗ് ഈസ് എ പ്രാക്ടീസ് ഓഫ് ഫാമിംഗ് ഇൻ വിച്ച് പ്ലവിംഗ് ഈസ് ഡൺ അക്രോസ് എ സ്ലോപ്പ് ഫോളോയിങ് ഇറ്റ്സ് എലവേഷൻ കോണ്ടൂർ ലൈൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന എവിടെയാണ്? അക്രോസ് എ സ്ലോപ്പ് ഫോളോയിങ് ഇറ്റ്സ് എലവേഷൻ. ഇവിടെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് സ്ലോപ്പിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ആർ കൾട്ടിവേറ്റിംഗ് ഫോളോയിങ് ഇറ്റ്സ് എലവേഷൻ കോണ്ടൂർ ലൈൻ. ആ ഒരു കോണ്ടൂർ ലൈനിലാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ ഡു ദാറ്റ് ഈസിലി വിത്തൗട്ട് മച്ച് സോയിൽ ഇറോഷൻ. ഇനി മറ്റൊരു കാര്യം, ഈ കോണ്ടൂർ പ്ലവിംഗ് അതുപോലെ ടെറസ് ഫാമിംഗ് ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, ടെറസ് ഫാമിംഗ് ഡു നോട്ട് ചേഞ്ച് ദി നേച്ചുറൽ ഷേപ്പ് ഓഫ് ദ ലാൻഡ്. നമ്മൾ ഈ കോണ്ടൂർ പ്ലവിങ്ങിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ടെറസ് ഫാമിംഗ് പറഞ്ഞ പോലെ നമ്മുടെ അവിടെ സ്റ്റെപ്പോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പോ ടെറസോ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ആ ലാൻഡിൻ്റെ നാച്ചുറൽ ഷേപ്പിന് ഒന്നും ചെയ്യുന്നില്ല. അതാണ് കോണ്ടൂർ പ്ലവിങ്ങും ടെറസ് ഫാമിംഗ് തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് അവർ ലാസ്റ്റ് മെത്തേഡ് ടു പ്രിവെന്റ് സോയിൽ ഇറോഷൻ ഈസ് ഷെൽട്ടർ ബെൽറ്റ്. ഇത് നമ്മൾ മുമ്പത്തെ ടോപ്പിക്കിൽ വിശദമായിട്ട് നോക്കിയതാണ്. നിങ്ങൾക്ക് ആ വീഡിയോ ഒന്നുകൂടെ സെർച്ച് നോക്കി കിട്ടും. ഷെൽട്ടർ ബെൽറ്റ് എന്ന് പറയുന്നത്, ജസ്റ്റ് ഇമാജിൻ ഇറ്റ്സ് അവർ മെയിൻ ഫാം ഏരിയ. ഈ ഒരു കാണുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഫാം ഏരിയ എന്ന് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ കാണാൻ പറ്റും എറൗണ്ട് അവർ മെയിൻ ഫാം ലാൻഡ് വി ആർ പ്ലാന്റിങ് സം ടോൾ ട്രീസ്. എന്തിനായിരിക്കും? ടു പ്രിവെന്റ് വിൻഡ് ഫ്രം എൻറ്ററിങ് അവർ ഫാം ലാൻഡ്. അതാണ് ഷെൽട്ടർ ബെൽറ്റ്. ഇറ്റ്സ് നത്തിങ് ബട്ട് പ്ലാന്റിങ് ഓഫ് സം ടോൾ ട്രീസ് were around our farmland to prevent wind erosion. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ട്രീസ് പ്ലാന്റ് ചെയ്യുന്നത് വാട്ടർ മൂലമുള്ള സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാനല്ല, മറിച്ച് നമ്മുടെ സ്ട്രിപ്പ് ക്രോപ്പിംഗ് പറഞ്ഞ പോലെ വിൻഡ് കൊണ്ടുള്ള സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാനാണ്. സോ ദാറ്റ്സ് എ ഡെഫിനിഷൻ ഓഫ് ഷെൽട്ടർ ബെൽറ്റ്, പ്ലാന്റിംഗ് ഓഫ് ടോൾ ട്രീസ് അറൌണ്ട് ദ farmland. So in short, these four are the major methods to prevent soil erosion. So with this topic, our chapter is over. Thanks for watching.